ഒരു ഡയപ്പർ എങ്ങനെ കഴുകാമെന്ന് നമുക്ക് നോക്കാം. ക്ലോത്ത് ഡയപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്ലോത്ത് ഡയപ്പർ എടുത്ത് അതിൻ്റെ അകത്ത് പാഡ് റിമൂവ് ചെയ്യുക. ഇത് അഴുക്കായിരിക്കുമല്ലോ, നമ്മളത് റിമൂവ് ചെയ്യുക. എന്നിട്ടൊരു ബേസിനിൽ വെള്ളം എടുക്കുക. നന്നായി വെള്ളം എടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ആഡ് ചെയ്യുക. കുറച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് ആഡ് ചെയ്യരുത്, കുഞ്ഞുങ്ങളുടെ ഡയപ്പർ കഴുകാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് ആഡ് ചെയ്യാവൂ. എന്നിട്ട് അത് നന്നായിട്ട് കൈയിട്ട് പതപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ പതയെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പതയാവരുത്, ഒരു മീഡിയം ലെവൽ, അത്രയും സോപ്പ് പൊടി ഇടാവൂ. ഒരുപാട് സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പതയാവും, അത് നല്ലതല്ല. സോ നമ്മൾ കുറച്ച് സോപ്പ് പൊടി ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് പതപ്പിക്കുക. ഏകദേശം ഈ ഒരു ലെവലിൽ പത വന്നാൽ മതിയായിരിക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് പാഡും നമ്മൾ ക്ലോത്ത് പേപ്പർ ഇടുക. ഈ പാഡ് നമ്മൾ ഈ സോപ്പ് പൊടിയിലേക്ക് ഇടുന്നതിന് മുന്നേ കുറച്ച് വട്ടം അതിലെ യൂറിനൊക്കെ പോകാൻ വേണ്ടി അല്ലാത്ത വെള്ളത്തിലൊന്ന് കഴുകിയിടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ രണ്ടും ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. കുറച്ച് നേരം അതിനകത്ത് അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി ഉരച്ച് കഴുകുക. രണ്ടും നന്നായിട്ട് കഴുകണം. ഇതല്ലാതെ നമ്മൾ ബ്രഷൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കല്ലിലിട്ട് ഉരച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കഴുകിയാൽ മതി. കുറേ നേരം കഴുകണം, അതിൽ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയാണ്. നന്നായിട്ട് കഴുകിയിട്ട് അത് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് കുറച്ച് ക്ലീൻ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒലച്ചെടുക്കുക. ഒരു 2-3 തവണ ഇങ്ങനെ ചെയ്യണം. നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം. അതിൽ പത കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്.